Hi guys, welcome back to VLAN Study Platform Daily Newspaper Analysis ആണ്. Let's start. First news environment related ആണ്. Supreme Court tells government to arm forest officer to fight poachers. എന്താണ് കോണ്ടെക്സ്റ്റ്? ഫോറസ്റ്റ് ഓഫീസറിൻ്റെ മരണനിരക്ക് ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്നത് ഇന്ത്യയാണ്. ഇത് ഏകദേശം ഒരു 30% വരും. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹണ്ടേഴ്സും പോച്ചേഴ്സും എല്ലാം എന്ത് ചെയ്യും? അനിമൽസിനെ ടാർഗറ്റ് ചെയ്യും. എന്നിട്ട് ഈ അനിമൽ പ്രോഡക്റ്റ് എടുത്തിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വിറ്റിട്ട് എന്ത് ചെയ്യും? അവരുടെ റവന്യൂ കൂട്ടും. ഈ റവന്യൂ മെയിനായിട്ട് ഡൈവേർട്ട് ചെയ്യുന്നത് എന്താണ്? മണി ലോണ്ടറിങ്ങിനും ഡ്രഗ് ട്രാഫിക്കിങ്ങിനും ടെറർ ഫൈനാൻസിങ്ങിനുമാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നത് കണ്ടോ? ഒരു അനിമൽ പ്രോഡക്ട്സ് എടുക്കുന്നു, ഇൻ്റർനാഷണൽ ലെവലിൽ കൊണ്ടുപോകുന്നു, എന്നിട്ട് എന്ത് ചെയ്യാണ്? മറ്റ് ക്രൈംസിന് വേണ്ടി എന്ത് ചെയ്യുക? ഈ റവന്യൂ അവർ യൂസ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്രൈമാണ്. അപ്പോൾ ഈ ക്രൈമിനെതിരെ ഫോറസ്റ്റിൽ ഈ അനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരേ ഉള്ളൂ? ഫോറസ്റ്റ് ഓഫീസേഴ്സേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹണ്ടേഴ്സും പോച്ചേഴ്സും എല്ലാം കൂടി അവരുടെ കയ്യിൽ നല്ല ആയുധങ്ങളുണ്ട്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫോറസ്റ്റ് ഓഫീസറിന് എന്ത് ചെയ്യില്ല? ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവർ ആദ്യം അനിമൽസിനേക്കാളും മുമ്പേ ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാണ്? ഫോറസ്റ്റ് ഓഫീസേഴ്സിനെയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഹയസ്റ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇന്ത്യ രജിസ്റ്റർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സുപ്രീം കോർട്ട് പറഞ്ഞത് ഗവൺമെൻറ് ഫോറസ്റ്റ് ഓഫീസറിന് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ എൻഷുർ ചെയ്യണം. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ വൈൽഡ് ലൈഫ് ട്രാഫിക്കിങ് എന്താണ്? മറ്റ് ക്രൈംസിന് കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ടെറർ ഫൈനാൻസിങ് ആണെങ്കിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോർത്ത് ഈസ്റ്റ് പ്ലേസ് എടുക്കുവാണെങ്കിൽ അവിടെ ഒരുപാട് ഇൻസർജൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഇവർ മെയിനായിട്ട് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഫുള്ള് ഫോറസ്റ്റ് ആണല്ലേ. ഇവിടെ നിന്നുള്ള ആനിമൽ പ്രോഡക്ട്സ് എടുത്തിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മാർക്കറ്റിൽ ഇവർ കൊണ്ടുപോയി വിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവരുടെ ഇൻസർജൻസിക്ക് വേണ്ടി ഈ പണം യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓർഗനൈസ്ഡ് ക്രൈമിനെതിരെ സീരിയസ് ആയിട്ടുള്ളൊരു ആക്ഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവണമെന്ന് സുപ്രീം കോർട്ട് പറയുന്നു. ഇത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഹണ്ടിങ്ങിനും പോച്ചിങ്ങിനും വേണ്ടി ഇന്ത്യയിൽ ഏതെങ്കിലും നിയമം നിലവിലുണ്ടോ? ഉറപ്പായിട്ടുമുണ്ട്. അത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യാനായിട്ട് എന്താണ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ഹണ്ടിങ്ങിനും പോച്ചിങ്ങിനും വേണ്ടി ഇന്ത്യയിൽ പാർലമെൻറ്റ് എനാക്ട് ചെയ്ത ലോയാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഇതിൽ അനിമൽസ് മാത്രമല്ല പ്ലാന്റ്സുമുണ്ട്, ബേർഡ്സുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഗ്രി ഓഫ് പ്രൊട്ടക്ഷൻ വെച്ചിട്ട് ഓരോ സ്കെഡ്യൂൾസിൽ ഇതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മെയിനായിട്ട് 6 സ്കെഡ്യൂൾസാണ് നമുക്കുള്ളത്. ഫസ്റ്റും സെക്കൻഡും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡേഞ്ചേർഡും വൾണറബിളും ആയിട്ടുള്ള അനിമൽസ്, എക്സാമ്പിൾ പറഞ്ഞാൽ ടൈഗർ, എലിഫൻറ്റ്, റൈനോ, റിവർ ഡോൾഫിൻ ഇവരെല്ലാമാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്. അതുപോലെ തന്നെ സ്കെഡ്യൂൾ 2-ൽ കുറച്ചും കൂടി ഭീഷണി കുറവുള്ള അനിമൽസിനെയാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഹണ്ട് ചെയ്യുന്നതായിട്ടൊരു കുറ്റം തെളിയുവാണെങ്കിൽ ഹയസ്റ്റ് പെനാൽറ്റീസ് ആയിരിക്കും കൊടുക്കുന്നത്. അതായത് ജയിൽ ടേം ഉണ്ടായിരിക്കും, ഫൈനും ഉണ്ടായിരിക്കും. അടുത്തത് സ്കെഡ്യൂൾ 3ഉം 4ഉമാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ 1-ലും 2-ൽ നിന്നേക്കാളും ഭീഷണി കുറവുള്ള അനിമൽസിനെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കമ്പയർ ചെയ്യുമ്പം ഇതിൽ പെനാൽറ്റീസ് കുറച്ചും കൂടി കുറവായിരിക്കും. സ്കെഡ്യൂൾ 5-ൽ ലീഗലി നമ്മൾ കുറച്ച് അനിമൽസിനെ വെർമിൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതായത് കീടങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത് അവരെ നമുക്ക് ഫ്രീ ആയിട്ട് ഹണ്ട് ചെയ്യാനുള്ള ലീഗലി തന്നെ നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാക്ക, ഫ്രൂട്ട് ബാറ്റ്സ്, അതുപോലെ തന്നെ റാറ്റ്സ് ഇവരെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഫ്രീ ആയിട്ട് ഹണ്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ലിസ്റ്റാണ് സ്കെഡ്യൂൾ 5-ൽ കൊടുത്തേക്കുന്നത്. സ്കെഡ്യൂൾ 6-ലാണെങ്കിൽ എൻഡമിക് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. ആ പ്ലാന്റ്സിനെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാനോ അതുപോലെ അതിനെ വളർത്താനോ ഒന്നും നമുക്ക് പറ്റില്ല. അത് പ്രൊഹിബിറ്റ് ചെയ്യുന്നതാണ് സ്കെഡ്യൂൾ 6 എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ട്രോഫി ഹണ്ടിങ് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ട്രോഫി ഹണ്ടിങ്? ചില കൺട്രീസിൽ എന്താണ് ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്പോർട്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ എന്തല്ല, ഇതൊരു സ്പോർട്സ് അല്ല. അതുകൊണ്ട് തന്നെ ട്രോഫി ഹണ്ടിങ് 1972 ആക്ട് പ്രൊഹിബിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഫോമർ DGP ടേക്സ് ഓവർ ആസ് ന്യൂ CISF ചീഫ്. എന്താണ് കോണ്ടെക്സ്റ്റ്? മഹാരാഷ്ട്രയിലെ ഫോമർ DGP ആയ സുബോധ് കുമാർ ജയ്സ്വാളിനെ പുതിയ CISF ചീഫായിട്ട് നിയമിച്ചു. എന്താണ് ഈ CISF?
സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, ഇത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഇവരുടെ മെയിൻ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റിയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻസിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. ഇവരുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് കൗണ്ടർ ടെററിസം ആണോ, അങ്ങനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. അങ്ങനെയല്ല, ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനെ നിയമിച്ചേക്കുന്നത്. ഈ ഒരു ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പം നമ്മുടെ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റാണ് മെയിനായിട്ട് എയിം ചെയ്യുന്നത്. അതായത് എയർപോർട്ട് സെക്യൂരിറ്റി, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ സിറ്റീസിലൊക്കെ എന്താണ് മെട്രോ പ്രോജക്റ്റ് നടക്കുന്നുണ്ട്, അവിടെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ, ന്യൂക്ലിയർ പ്ലാന്റ്സ്, തെർമൽ പ്ലാന്റ്സ്, ഹൈഡ്രോ പ്ലാന്റ്സ്, മൈൻസ്, പിന്നെ നമ്മുടെ സ്ട്രാറ്റജിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ISRO, DRDO, ഇവിടെയൊക്കെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഫോഴ്സിനെ നമ്മൾ നിയമിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ സർവീസസ് പെയ്ഡ് വെർഷനായിട്ടും കിട്ടും. അതായത് ഇപ്പം പബ്ലിക് പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസിനും ഇതുപോലെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പം ഇന്ത്യക്കുള്ളിൽ മാത്രമല്ല ഇവരുടെ ഒരു സെക്യൂരിറ്റി കൊടുക്കുന്നത്, അറൗണ്ട് ദ വേൾഡിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഈ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിലിടയിൽ ഇവരെങ്ങനെയാണ് ഇവരുടെ ഇൻ്റലിജൻറ്റ് യൂണിറ്റ്സിനെ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് അറൗണ്ട് ദ വേൾഡിലും നമ്മുടെ സർവീസസ് ക്ഷണിക്കാറുണ്ട്. അതുകൊണ്ട് പെയ്ഡ് വേർഷനായിട്ടായിരിക്കും നമ്മൾ ആ സർവീസസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്യൂരിറ്റി ഫോഴ്സ് സ്വന്തമായിട്ടൊരു റവന്യൂ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ചീഫ്സ് എപ്പോഴും സീനിയർ IPS ഓഫീസർ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു സീനിയർ IPS ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ക്യാബിനറ്റിലുള്ളൊരു അപ്പോയിൻമെൻറ്റ് കമ്മിറ്റിയാണ്. ഈ അപ്പോയിൻമെൻറ്റ് കമ്മിറ്റിയെ ഹെഡ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററാണ്. പക്ഷേ ഒരു ലാൻഡ്മാർക്ക് കേസ് ഉണ്ടായിരുന്നു സുപ്രീം കോർട്ടിൻ്റെ, പ്രകാശ് സിംഗ് കേസ്. ഈ കേസിൽ സുപ്രീം കോർട്ട് ഒരു 7 പോയിൻ്റ് ഡയറക്റ്റീവ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് പോലീസ് റീഫോംസ് നമ്മൾ കൊണ്ടുവന്നത്. ഈ ഒരു കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞു നമുക്കൊരു നാഷണൽ സെക്യൂരിറ്റി കമ്മീഷൻ്റെ ആവശ്യകതയുണ്ട്. ആ നാഷണൽ സെക്യൂരിറ്റി കമ്മീഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു ലിസ്റ്റ് ഓഫ് സീനിയർ IPS ഓഫീസറിനെ കൊടുക്കും. ആ ഓഫീസറിൽ നിന്ന് വേണം ഈ ഒരു ക്യാബിനറ്റ് കമ്മിറ്റി എന്ത് ചെയ്യാൻ, ഏത് സീനിയർ ഓഫീസറിനെ ചീഫ് ആക്കണമെന്ന് തീരുമാനിക്കാൻ. കാരണം ഇപ്പം പ്രൈം മിനിസ്റ്ററും ക്യാബിനറ്റ് കമ്മിറ്റിയും കൂടി ആണ് ഇങ്ങനൊരു ഓഫീസറിനെ നിയമിക്കുന്നതെങ്കിൽ അതൊരു പൊളിറ്റിക്കലി അവർ ചിലപ്പോൾ നിയമിച്ചേക്കാം. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സുപ്രീം കോർട്ട് ഇങ്ങനൊരു കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തത്. അങ്ങനെ 2017 യൂണിയൻ ഗവൺമെൻറ് സുപ്രീം കോർട്ടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് നാഷണൽ സെക്യൂരിറ്റി കമ്മീഷൻ നിലവിൽ കൊണ്ടുവന്നു. ഇതിൻ്റെ ചെയർമാൻ യൂണിയൻ ഹോം മിനിസ്റ്ററാണ്. അതുപോലെ തന്നെ 4 സീനിയർ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഇതിൽ കാണും. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ക്യാബിനറ്റ് സെക്രട്ടറി, ഹോം സെക്രട്ടറി, ദെൻ ഡയറക്ടർ ഓഫ് IB. നെക്സ്റ്റ് ആർട്ടിക്കിൾ SEC, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അനൗൺസസ് ഡേറ്റ്സ് ഫോർ ലോക്കൽ ബോഡി ഇലക്ഷൻ ഇൻ ആന്ധ്രാപ്രദേശ്. കോണ്ടെക്സ്റ്റ് എന്താണ്? ആന്ധ്രാപ്രദേശിലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ലോക്കൽ ബോഡി ഇലക്ഷന് വേണ്ടിയുള്ള ഡേറ്റ് അനൗൺസ് ചെയ്തിരുന്നു. പക്ഷേ കൊറോണ പാൻഡമിക് കാരണം അവിടുത്തെ ഗവൺമെൻറ്റിന് ഈ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്യാൻ വേണ്ടി കോർട്ടിനെ സമീപിച്ചു. പ്രിലിംസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ 243K ആൻഡ് ആർട്ടിക്കിൾ 243ZA ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വഴിയാണ് രൂപീകരിച്ചത്. ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ മെയിൻ ഡ്യൂട്ടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റീസിൻ്റെ എലക്ഷൻസ് ഡീൽ ചെയ്യാനാണ്. എന്നാൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ എലക്ഷൻസ് ഡീൽ ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻസിൽ കൺഫ്യൂസ്ഡ് ആവലും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റീസിൻ്റെ മാത്രം എലക്ഷൻസാണ് ഡീൽ ചെയ്യുന്നത്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറിനും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയ്ക്കും സെയിം സ്റ്റാറ്റസ് ആണ് കൊടുത്തേക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കോർട്ട്, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ഇവരെല്ലാം ഇൻറ്റഗ്രേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ സെയിം പ്രോസസ്സ് കൊണ്ടുവരാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇവരൊരു ഓട്ടോണമസ് അതോറിറ്റി ആക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ ഒരു സെയിം സ്റ്റാറ്റസ് കൊടുത്തേക്കുന്നത്. ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറിനെ റിമൂവ് ചെയ്യുന്നത് ഒരു ഹൈക്കോർട്ടിലെ ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന സെയിം പ്രോസസ്സ് വഴിയാണ്. അതുപോലെ തന്നെ ഇവരുടെ ടേംസ് ഓഫ് സർവീസ് നമുക്ക് ഒരിക്കലും വേരി ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് സ്റ്റേറ്റ്സുകൾ ഇത് അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്വയം ഭരണാധികാരത്തെ ഇറോഡ് ചെയ്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഡേറ്റ് അനൗൺസ് ചെയ്തപ്പം അതിനെതിരായിട്ട് ഗവൺമെൻറ് അത് പോസ്റ്റ്പോൺ ചെയ്യണമെന്ന് പറഞ്ഞ് പോയേക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വയലേഷനാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ
ആർമി വിൽ സൂൺ മൂവ് ഫ്രം കാർഗിൽ പ്ലാറ്റോസ്. കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ്ലി ഇന്ത്യൻ ആർമിയും ലഡാക്ക് ഓട്ടോണമസ് ഹിൽ ഡെവലപ്മെൻറ്റ് കൗൺസിലും കൂടി ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലഡാക്ക് റീജിയനിൽ ഒരു ടൗൺഷിപ്പ് മേക്ക് ചെയ്യണം. അപ്പോൾ ഈ ടൗൺഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് പൊസിഷൻ അവർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അവിടെ ലൊക്കേറ്റ് ചെയ്തേക്കുന്ന ഇന്ത്യൻ ആർമീസ് എന്ത് ചെയ്യുക, അവിടെ പൊസിഷൻ റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തേക്കുന്നത്. സോ പ്രിലിംസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഏത് ആക്ട് വഴിയാണ് വന്നേക്കുന്നത്? ലഡാക്ക് ഓട്ടോണമസ് ഹിൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ആക്ട് 1995. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനായിട്ട് ജമ്മു കാശ്മീർ റീ ഓർഗനൈസേഷൻ ആക്ട് 2019 എന്ന ഓപ്ഷനിൽ കാണും. സോ അത് കൺഫ്യൂസ് ചെയ്യരുത്. എന്താണ് ലഡാക്ക് ഓട്ടോണമസ് ഹിൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഒരു ആക്ട് വഴിയാണ് വന്നത്. ആ ആക്ട് വന്നേക്കുന്നത് 1995 സോ ഈ ഒരു കൗൺസിൽ പ്രകാരം ലഡാക്കിൽ കുറച്ച് ഏരിയാസിൽ അവർക്ക് സ്വയം ഭരണാധികാരം കൊടുത്തിട്ടുണ്ട്, അഡ്മിനിസ്ട്രേഷൻ പരമായിട്ടും ഗവർണൻസ് പരമായിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, അവർക്ക് സ്വന്തമായിട്ട് ലോക്കൽ എലക്ഷൻസ് വഴി എലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും ആ റീജിയനിൽ എന്ത് ചെയ്യുക, ഭരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു റീസെൻറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഡാക്ക് ഡിസ്ട്രിക്റ്റിൽ തന്നെ വരുന്നതാണ് ലേ റീജിയൻ. ഈ ലേ റീജിയനിൽ നമുക്കൊരു അറിയാം ബുദ്ധിസ്റ്റ് കൗൺസിലുണ്ട്. അപ്പോൾ അവിടെ ഒരു യുണീക്കായിട്ടൊരു കൾച്ചറും ഉണ്ട്. അപ്പോൾ ഈ ഒരു യുണീക്ക് കൾച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഓട്ടോണമിയെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു ഗ്രേറ്റർ ഓട്ടോണമി കിട്ടാൻ വേണ്ടി ഇവരെന്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീജിയനെ 6th സ്കെഡ്യൂൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കറിയാം 6th സ്കെഡ്യൂൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നതാണ് ആസാം, മിസോറാം, മേഘാലയ, ത്രിപുര. ഈ റീജിയനിലെ ട്രൈബൽ ഏരിയസിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രേറ്റർ ഓട്ടോണമി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആ ലിസ്റ്റിൽ ഈ ലേ റീജിയനെയും കൂടി അല്ലെങ്കിൽ ഈ ഒരു ലഡാക്ക് റീജിയനെയും കൂടി ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ ഈ ഒരു കൗൺസിൽ ആക്ടിന് പകരം എന്താണ് അവർക്ക് വേണ്ടുന്നത്, ഈ 6th സ്കെഡ്യൂൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഇന്തോനേഷ്യൻ ക്ലറിക് ലിങ്ക്ഡ് ടു ബാലി ബോംബിങ്സ് ഫ്രീഡ്. ജമാ ഇസ്ലാമിയ എന്ന് പറയുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ ഹെഡായിട്ടുള്ള അബു ബേക്കർ ബഷീർ, അദ്ദേഹത്തിന് ഇന്തോനേഷ്യൻ ഗവൺമെൻറ് റീസെൻ്റ്ലി റിലീസ് ചെയ്തു. അപ്പം ഇന്തോനേഷ്യയിലൊരു മേജർ ടെറർ അറ്റാക്കായിട്ടുള്ള ബാലി ബോംബിങ്സ് 2002 മാസ്റ്റർ ബ്രെയിനാണ് ഈ അബു ബേക്കർ ബഷീർ. അതുപോലെ തന്നെ ടെറർ ഫിനാൻസിങ്ങിലും ഇദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, കുറ്റാരോപിതനായിരുന്നു. സോ ഇദ്ദേഹത്തിൻ്റെ ഒരു റിലീസ് അവിടുത്തെ വിക്ടിംസിനെ അപ്സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഈ ഒരു ബാലി ബോംബിങ്സ് 2002 മെയിനായിട്ട് ഈ ബാലി എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിലെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് വെസ്റ്റേൺ ടൂറിസ്റ്റ് വരും. ഇവരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ടെറർ അറ്റാക്ക് അവർ പ്ലാൻ ചെയ്തത്. സോ ഈ ജമാ ഇസ്ലാമിയ എന്ന് പറയുന്നത് ഒരു റാഡിക്കൽ ടെറർ ഔട്ട്ഫിറ്റാണ് ഇന്തോനേഷ്യയിലുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ ബേസ്മെൻറ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നമുക്ക് കാണാം, അതായത് സിംഗപ്പൂർ, മലേഷ്യ, ഫിലിപ്പൈൻസ്. ഇവരുടെ ഒരു എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിക് കാലിഫേറ്റിനെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ എയിം. റീസെൻ്റ്ലി ജമാ ഇസ്ലാമിയെ UNSC 1267 സാങ്ഷൻ കമ്മിറ്റി ഒരു ബാൻഡ് ടെററിസ്റ്റ് ഔട്ട്ഫിറ്റായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് ജമാ ഇസ്ലാമിയ എന്ന് പറയുന്ന ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ് ഏത് കൺട്രിയുമായിട്ട് ലിങ്ക്ഡ് ആണെന്ന് ചോദിച്ചാൽ ഇന്തോനേഷ്യ. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഫൈൻഡ് സൊല്യൂഷൻ ഫോർ പബ്ലിക് സ്റ്റോക്ക് ഹോൾഡിംഗ് ഓഫ് ഫുഡ്. പബ്ലിക് സ്റ്റോക്ക് ഹോൾഡിംഗ് എന്ന് പറയുന്ന ടേം ഏത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുമായിട്ട് ലിങ്ക്ഡ് ആണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. സോ ഇപ്പോഴത്തെ ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്ഡ് കൺട്രിയും ഡെവലപ്പിംഗ് കൺട്രിയും തമ്മിലുള്ള ഒരു ആർഗ്യുമെൻറ്റ്സ് ആണ്. അഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ആ ഒരു എഗ്രിമെൻറ്റിനെ ചൊല്ലിയുള്ള ഒരു ആർഗ്യുമെൻ്റാണ് ഇവിടെ നടക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ പബ്ലിക് സ്റ്റോക്ക് ഹോൾഡിംഗ് എന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാം. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഗവർണൻസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അന്നേരം നമ്മൾ ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫാർമേഴ്സിനെ ആയിരിക്കും. ഇപ്പം നമ്മൾ ഫാർമേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സബ്സിഡീസ് കൊടുക്കും. അതിനുശേഷം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമേഴ്സിൽ നിന്ന് MSP റേറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഫുഡ് ഗ്രെയിൻസ് നമ്മൾ പ്രൊക്യൂർ ചെയ്യും. ഈ പ്രൊക്യൂർ ചെയ്യുന്ന ഫുഡ് നമ്മൾ പബ്ലിക് സ്റ്റോക്ക് ഹോൾഡിംഗ് ആയിട്ട് വെച്ചേക്കും. അതായത് എല്ലാ എസെൻഷ്യൽ ഫുഡ് ഗ്രെയിൻസും ആ ഒരു പബ്ലിക് സ്റ്റോക്ക് ഹോൾഡിങ്സിലും ഉണ്ടാവണം. അതിനുശേഷം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി ജനങ്ങളിൽ എത്തിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിങ്ങിനെയാണ് അല്ലെങ്കിൽ ഫാർമേഴ്സിൽ നിന്ന് MSP റേറ്റിൽ നിന്ന് നമ്മൾ ഫുഡ് ഗ്രെയിൻസ് പ്രൊക്യൂർ ചെയ്യുന്നതിനെയാണ് പബ്ലിക് സ്റ്റോക്ക് ഹോൾഡിംഗ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഇഷ്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇന്ത്യ പോലത്തുള്ള രാജ്യങ്ങൾ ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടി മാസീവായിട്ടുള്ള സബ്സിഡീസ് കൊടുക്കുന്നു. സോ ഈ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ പ്രൊക്യൂർ ചെയ്യുന്നത് MSP റേറ്റ് വെച്ചിട്ടാണ് അല്ലേ? ഈ MSP റേറ്റ് എപ്പോഴും മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഹയർ ആയിട്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് വെക്കുന്നത്, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ് വെക്കുന്നത്. സോ ഇത് ട്രേഡിനെ ഡിസ്റ്റോർട്ട് ചെയ്യുമെന്നാണ് ഡെവലപ്ഡ് കൺട്രീസ് പറയുന്നത്. സോ ഡെവലപ്ഡ് കൺട്രി പറയുന്നത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, അതായത് ഡെവലപ്പിംഗ് കൺട്രീസ് അഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചറിൽ സൈൻ ചെയ്യണം. പക്ഷേ നമ്മുടെ ഇഷ്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളങ്ങനെ സൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതുപോലത്തുള്ള പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻസും കാര്യങ്ങളുമെല്ലാം ഫെയിലിയർ ആവത്തേ ഉള്ളൂ. കാരണം നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രീസാണ്, നമുക്ക് എന്താണ് ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വളരെ പ്രയാസമാണ്. സോ അതുകൊണ്ട് തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഒരു ടെമ്പററി ലിമിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്ര MSP റേറ്റ് അല്ലെങ്കിൽ ഇത്ര പബ്ലിക് സ്റ്റോക്ക് ഹോൾഡിങ്ങേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പററി എഗ്രിമെൻറ്റുമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടുന്നതൊരു പെർമനൻറ്റ് സൊല്യൂഷനാണ്. അതാണ് ഈ ഒരു കോണ്ടെക്സ്റ്റ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, യൂത്ത് കിൽ എൻഡേഞ്ചേർഡ് ഡോൾഫിൻ ഇൻ ഉത്തർപ്രദേശ്. സോ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ്, കുറച്ച് യങ്സ്റ്റേഴ്സ് ചേർന്നിട്ട് ഡോൾഫിനെ അടിച്ചു കൊന്നു. സോ ഇതൊരു ക്രിമിനൽ ഒഫൻസാണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 അണ്ടറിൽ വരുന്നതാണ് ഈ ക്രൈം. സോ ഇന്ന് നമ്മൾ പ്രിലിംസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ സൗത്ത് ഏഷ്യൻ റിവർ ഡോൾഫിനെ പറ്റിയുള്ള ഫാക്ട്സ് ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. സോ IUCN ലിസ്റ്റിൽ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിട്ടാണ് സൗത്ത് ഏഷ്യൻ റിവർ ഡോൾഫിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഫ്രഷ് വാട്ടർ ഡോൾഫിനാണ്. ഈ സൗത്ത് ഏഷ്യൻ റിവർ ഡോൾഫിൻ എൻഡമിക് ടു ഇന്ത്യയാണ്, ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്നതാണ്. ഇതിന് 2 സബ് സ്പീഷീസ് ഉണ്ട്, ഗാൻജറ്റിക് റിവർ ഡോൾഫിനും ഇൻഡസ് റിവർ ഡോൾഫിനും. ഗാൻജറ്റിക് റിവർ ഡോൾഫിൻ എന്തായിരിക്കും? ഗംഗ, ബ്രഹ്മപുത്രയും അതിൻ്റെ ട്രിബ്യൂട്ടറീസിലുമാണ് കാണപ്പെടുന്നത്. ഈ 2 റിവറും ട്രാൻസ് ബൗണ്ടറീസ് ആയതുകൊണ്ട്, അതായത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ഒഴുകുന്നത്, മറ്റ് രാജ്യങ്ങളിലും ഒഴുകുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ കൂടാതെ ബാംഗ്ലാദേശിലും നേപ്പാളിലും കാണപ്പെടുന്നുണ്ട്. ഇൻഡസ് റിവർ ഡോൾഫിൻ ആണെങ്കിൽ ആ പേരിൽ തന്നെ ഉണ്ട്, ഇൻഡസ് റിവറിലും അതിൻ്റെ ട്രിബ്യൂട്ടറീസിലുമാണ് കാണപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ്, ഇത് എൻഡേഞ്ചേർഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എണ്ണം കുറഞ്ഞു വരുവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി പാകിസ്ഥാനിലും പിന്നെ പഞ്ചാബിലെ ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള ബിയാസ് റിവറിലും മാത്രമേ കാണപ്പെടുന്നുള്ളൂ. സോ ഇതിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഗവൺമെൻറ് 2009 സൗത്ത് ഏഷ്യൻ റിവർ ഡോൾഫിനെ നാഷണൽ അക്വാട്ടിക് അനിമൽ ഓഫ് ഇന്ത്യൻ എന്ന് പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ ഗുവാഹട്ടിയിലെ സിറ്റിയുടെ ഒഫീഷ്യൽ അനിമലാണ് ഈ സൗത്ത് ഏഷ്യൻ റിവർ ഡോൾഫിൻ. ഗംഗ റിവർ ബീഹാർ വരെ സ്ട്രെച്ച്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ബീഹാറിലെ പ്രൊട്ടക്റ്റഡ് ഏരിയയിലെ സാങ്ച്വറിയുടെ പേര് വിക്രംശില ഗാൻജറ്റിക് ഡോൾഫിൻ എന്നാണ്. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 സ്കെഡ്യൂൾ 1 സൗത്ത് ഏഷ്യൻ റിവർ ഡോൾഫിനെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ ഗ്ലോബൽ പ്രൊട്ടക്ഷനായിട്ട് സൈറ്റ്സ് കൺവെൻഷനിൽ അപ്പൻഡിക്സ് 1 സൗത്ത് ഏഷ്യൻ റിവർ ഡോൾഫിൻ ലിസ്റ്റ് ചെയ്തത്. സൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഫോർ എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ഈ സൈറ്റ് കൺവെൻഷനിലൂടെ ഇൻ്റർനാഷണൽ ട്രേഡിനെ പ്രൊഹിബിറ്റ് ചെയ്യും. അതായത് സൈറ്റ് കൺവെൻഷനിൽ അണ്ടറിൽ വരുന്ന ഒരു ആനിമൽസിനെയും നമുക്ക് ഇൻ്റർനാഷണലി ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഈ ഒരു സൗത്ത് ഏഷ്യൻ റിവർ ഡോൾഫിൻ ഒരു മൈഗ്രേറ്ററി സ്പീഷീസ് ആയതുകൊണ്ട് തന്നെ കൺവെൻഷൻ ഓൺ മൈഗ്രേറ്ററി സ്പീഷീസിൻ്റെ അണ്ടറിലും വരും. അതിൻ്റെ അപ്പൻഡിക്സ് 1 2 ഈ റിവർ ഡോൾഫിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ രാജ്യം 5 ഒക്ടോബറിൽ നാഷണൽ ഗംഗ റിവർ ഡോൾഫിൻ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ഇത് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയുടെ അണ്ടറിൽ വരുന്നൊരു സ്കീമാണ്. അതുപോലെ റീസെൻ്റ്ലി 2020 ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിൽ പ്രോജക്റ്റ് ഡോൾഫിൻ പ്രൈം മിനിസ്റ്റർ മോദി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ചൈന ഹോൾഡ്സ് 3rd എഡിഷൻ ഓഫ് സൗത്ത് ഏഷ്യൻ മൾട്ടിലാറ്ററൽ മീറ്റ്. സോ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഏഷ്യൻ റീജിയനിലെ ചൈനയുടെ റൈസിങ് ഇൻഫ്ലുവൻസ് ആണ്. സോ ഈ ഒരു മൾട്ടിലാറ്ററൽ ഡയലോഗിൽ 5 നെയ്ബറിങ് കൺട്രീസാണ് പങ്കെടുത്തത്: പാകിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, ബാംഗ്ലാദേശ്. അപ്പോൾ ഈ കൺട്രീസിലെല്ലാം ചൈനയുടെ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഈ മീറ്റിങ്ങിൽ നിന്ന് ഇന്ത്യ, ഭൂട്ടാൻ, മാൽദീവ്സ് ആണ് പിന്മാറി നിന്നിട്ടുള്ളത്. സോ ഇത് കാണിക്കുന്നത് എന്താണ്? ചൈനയുടെ റൈസിങ് ഇൻഫ്ലുവൻസ് ആണ്. മുമ്പത്തെ കേസ് എടുക്കുകയാണെങ്കിൽ സൗത്ത് ഏഷ്യൻ റീജിയനിലെ ലീഡിങ് കൺട്രി ഇന്ത്യ ആയിരുന്നു. നമുക്ക് ട്രഡീഷണലി തന്നെ ഈ റീജിയനിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ഒഴിച്ചു മാറ്റുവാണെങ്കിൽ ബാക്കി എല്ലാ കൺട്രീസുമായിട്ട് നമുക്ക് നല്ലൊരു ക്ലോസ് റിലേഷൻസ് ഉണ്ടായിരുന്നു. സോ എല്ലാ നെയ്ബറിങ് കൺട്രീസിനും കീ പ്രൊവൈഡറായിട്ടുള്ളൊരു അസിസ്റ്റൻസ് കൊടുക്കുന്നത് ഇന്ത്യ ആയിരുന്നു. പക്ഷേ ചൈനയുടെ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം മാറ്റിമറിച്ചു.
ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചൈനയുടെ റീസെൻ്റ് ആയിട്ടുള്ള ആംബീഷ്യസ് പ്രോജക്റ്റ് ആയിട്ടുള്ള ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് അണ്ടർ വൺ ബെൽറ്റ് വൺ റോഡ് റീജിയൻ, ഈ ഒരു പ്രോജക്റ്റിൽ ഇന്ത്യയും ഭൂട്ടാനും ഒഴിച്ച ബാക്കി എല്ലാ സൗത്ത് ഏഷ്യൻ കൺട്രീസും എഗ്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പാകിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, മാൽദീവ്സിലെല്ലാം ചൈന നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശ്രീലങ്കയിലെ ഹംപൻ തോട്ട പ്രോജക്റ്റ്, പാകിസ്ഥാനിലാണെങ്കിൽ ഗോദാർ പോർട്ട്, നേപ്പാളിലാണെങ്കിൽ ട്രാൻസ് ഹിമാലയ മൾട്ടി ഡയമെൻഷണൽ കണക്ടിവിറ്റി നെറ്റ്വർക്ക്, മാൽദീവ്സിലാണെങ്കിൽ എയർപോർട്ട് ആൻഡ് റോഡ് മിൽറ്റ് പ്രോജക്റ്റ്, അഫ്ഗാനിസ്ഥാനിൽ ഒരുപാട് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബംഗ്ലാദേശിലാണെങ്കിൽ ഒരു പവർ പ്ലാന്റ്സ് കൺസ്ട്രക്ഷൻ ബൈ ചൈന. അതുപോലെ ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഡിഫൻസ് ടൈസ് ഉണ്ട്. അതുപോലെ നേപ്പാളും ചൈനയും ചേർന്നിട്ടുള്ള ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസാണ് സാഗർമാത. അതുപോലെ ശ്രീലങ്കയ്ക്കും ബംഗ്ലാദേശിലും വെപ്പൺസ് സപ്ലൈ ചെയ്യുന്നത് ചൈനയാണ്. അതുപോലെ ഈ റീസെൻ്റ്ലി ബുദ്ധിസ്റ്റിനോടുള്ള ചൈനയുടെ ഒരു സോഫ്റ്റ് പവർ ആറ്റിറ്റ്യൂഡും ഈ ഒരു സൗത്ത് ഏഷ്യയിൽ അവരുടെ കുത്തകയാക്കാനുള്ള ശ്രമമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് മാൻഡറിൻ എന്ന് പറയുന്ന ലാംഗ്വേജ് അവർ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിനുവേണ്ടിയുള്ള സ്കൂൾസ് കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് സൗത്ത് ഏഷ്യയിൽ ഒരുപാട് അസിസ്റ്റൻസ് ചൈന കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾക്കൊരു ചലഞ്ചായിട്ട് മാറിയേക്കുവാണ്. സൗത്ത് ഏഷ്യയിലെ നെയ്ബറിങ് കൺട്രീസിൽ നിന്നുള്ള ആ ക്ലോസ് റിലേഷൻഷിപ്പിന് ഒരു വിള്ളൽ വരാൻ പോവുകയാണ്. സോ ഇന്ത്യ ഉടനെ തന്നെ ഇതിനൊരു ആക്ഷൻ എടുത്താൽ നമുക്ക് സൗത്ത് ഏഷ്യൻ റീജിയനിലെ ആ ഒരു പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. വെയിറ്റിംഗ് ഫോർ യുവർ വാല്യുബിൾ സജഷൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്.